എവിടാ നിന്റെ മുതലാളി? എന്താ സാറേ കാര്യം? എന്റെ മുതലാളിക്ക് ഒരു വാറന്റ് ഉണ്ട്. ബോസിനൊരു വാറന്റ് ഉണ്ടെന്ന്. എന്ത് ചെയ്യണം? നീ അത് മേടിച്ച് അടുക്കളപ്പുറത്തേക്ക് വെക്ക്. മുളകിട്ട് വറ്റിച്ചാ കിടക്കും. അതെടാ, സ്റ്റേഷൻ വരെ ഒന്ന് പോവാ. അവിടെ ചെന്നാ വറ്റിച്ച് തരാ നിനക്ക്. കുളിക്കാൻ നമ്മൾ ഏത് ക്ലാസ്സിലാണ് സാറേ ഒന്നിച്ചു പഠിച്ചത്? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയടാ. അയ്യോ സാറേ, ഇത് എന്നൊക്കെയാ സാറേ എഴുതി പിടിപ്പിച്ചിരിക്കുന്നേ? പേടിച്ചു പോയോ നീ? എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരാ സാറേ. കുറഞ്ഞത് ഈ SIA ബാറി വെച്ച് കൊങ്ങാക്കി പിടിച്ചതോ, സൂപ്പർ സ്റ്റാറിന്റെ കാർ അടിച്ചോണ്ട് പോകുന്നതോ, ഈ മംഗലശ്ശേരി അമ്മനെ കയ്യേറിയതോ, ഇപ്പതാ സാറിനെ ഇതുപോലെ മാനം കെടുത്തി വിടാൻ പോകുന്നതോ, അങ്ങനെ എന്തെങ്കിലും എന്റെ ചെറിയ ഗുണ്ടായുസം പോലും മെൻഷൻ ചെയ്യാതെ എന്ത് വാറണ്ട് സാറേ. ഞാനാണെങ്കിൽ SP റാങ്കിൽ കുറഞ്ഞ ഒരാളോട് സംസാരിച്ചിട്ട് തന്നെ കുറെ കാലമായി. അതുകൊണ്ട് സാർ ചെല്ല്, പോയച്ചു വരുമ്പോ എന്നെ പിടിക്കണമെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. ഇതീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ നിൽക്കുന്ന ബാലകൃഷ്ണ പണിക്കരുടെ പേരിലുള്ളതാണ്. അതുകൊണ്ട് സാർ പോയിട്ട് പുതിയ എന്തെങ്കിലും ഒരു കിടതാപ്പ് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. കൊണ്ടുവരുമ്പോ ഒരു 100-150 കോടിയുടെ കേസെങ്കിലും വേണം, ഇല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്. പിന്നെ ഈ കിടതാപ്പ് കൊണ്ടുവരുന്നവൻ ഇത്രയും സ്റ്റാറൊന്നും പോരാ, കുറെ കൂടെ സ്റ്റാർ വേണം. ഇതിൽ ഒപ്പിട്ടവനായാലും മതി. ഓ പോടെ പോടെ പോടെ. അല്ല, ബോസ് ഉള്ളതുകൊണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ബോസാണല്ലോ ഇറങ്ങി പോണത്. എടാ, ഞാൻ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാൻ അവരെന്റെ ശമ്പളക്കാരൊന്നും അല്ലല്ലോ. പതുക്കെ പൊക്കോളൂ. നീ ഇന്ന് വണ്ടി കഴുകില്ലടാ? എന്നും വണ്ടി കഴുകാൻ ഈ ഗണപതി ബംഗാളിയല്ല, മലയാളിയാ മലയാളി. പാചകം പഠിക്കാതെ വണ്ടി കഴുകിടാ. എനിക്ക് പുറത്തു പോകാനുള്ളതാ. മലയാളിക്ക് എന്താ കൊമ്പുണ്ട്? ഞമ്മക്കൊരു പഞ്ച് ഡയലോഗ് അടിക്കാൻ പറ്റില്ല. പഞ്ച് ഡയലോഗ് മൊത്തം മൂപ്പർക്ക് തന്നെ അടിക്കണം. മിക്കവാറും ഡ്രൈവറായിട്ടും ബംഗാളി വെക്കുന്ന തോന്നുന്നു. ബോസേ, ആ പ്രതാപവർമ്മ വീണ്ടും പണി തുടങ്ങിയല്ലോ. എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ? അവര് വിളിച്ച സ്ഥിതിക്ക് തന്നെ ഏതായാലും പോണം. വലിയ മോശമാ. താനും കൂടെ ഒന്ന് കയറി കൊടു. ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാം. സതീശ പറയടാ. പ്രതാപൻ സാറിന്റെ മകൻ കുറച്ച് പുതിയ ടീമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കണേ. എന്താണ് സതീശന് വിശേഷം? പ്രതാപന്റെ മോൻ പുതിയ പണി ഒപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിന്ന് പൈസ മേടിച്ചപ്പോ ഈട് തന്ന പൊള്ളാച്ചിയിലെ ഡാൻസ് ബാറില്ലേ, അതിപ്പോ മറിച്ചു വയ്ക്കാനുള്ള പുതിയ പ്ലാനിങ് നടക്കുക. പുറത്തു നിന്നുള്ള ഏതോ ടീമാ. ആ ഡാൻസ് ബാർ കണ്ട് അടിച്ചു പൊളിച്ചാലോ? ചുമ്മാ തരീടേ. ഗണപതി, നീ വണ്ടി ബാറിലേക്ക് വിട്. എപ്പോ വിട്ടെന്ന് ചോദിച്ചാ മതി. അവന്റെ കച്ചവടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ബോസ്. ഒരു ജിമ്മൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ബോസേ. അപ്പൻ എന്നോട് മേടിച്ച കാശിന് ഈടായിട്ട് എനിക്ക് എഴുതി തന്ന ഈ ബാറ് നീ ഞാൻ അറിയാതെ വിൽക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കലാപരിപാടികൾക്ക് നടത്തി. മോനൊരു കാര്യം ചെയ്യും,
ഇന്നിവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും പരിക്കലുടെയും ആശുപത്രി ചെലവിന്റെ ഒക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മോന്റെ അപ്പനെടുത്ത് അയച്ചു കൊടുക്കും. എന്നിട്ട് അപ്പനെ വിളിച്ച് പറ, ഇന്നത്തെ താണ്ഡവ ബാറിലെ ഐറ്റം ഡാൻസ് ബോസിന്റെ ആയിരുന്നു. இந்த கேரளாவில என்ன பார்த்து இந்த கேள்வி கேட்கிற முதலாளி நீ தாண்டா. உன்னை தனியா கவனிச்சுக்கிறேன். നിങ്ങളിത് വാങ്ങിക്കാൻ വന്നാണോ? അതെ. ആ, കിട്ടിയത് തന്നെ. ഇടി കിട്ടായിരുന്നത് ഭാഗ്യം. പിന്നെ ബോസിന്റെ ഫൈറ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ എടുത്തേ. എന്തിനാ? ഇത്രയും ഗുണ്ടകളെ ഇടിച്ച് പറത്തിച്ച ബോസിന് എത്ര ലൈക്ക്. പണിയെടുക്കാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ എടുക്കണം. ആക്ഷനും കോമഡി എന്തായാലും ഒരു മാസം. അപ്പൊ ഞാനോ? നിങ്ങളെ വെറും കൂറ. ആരിക്കേറി അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞ് അവന്റെ പേര് കേസ് കൊടുക്കാനുള്ള ബുദ്ധി നീ എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് അവനെ പൂട്ടേണ്ടത് ഇതുപോലൊരു ചീള് കേസിലല്ല. നീയൊക്കെ കൂടി തന്തയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പോയിട്ട് നഷ്ടം എത്രയെന്നറിയോടാ? ആ ബാറിന് പഴയ പോലെ ആക്കണമെങ്കിൽ ലക്ഷങ്ങൾ ഇറക്കണം. എടാ, നിന്നെയൊക്കെ കൊണ്ട് 10 പൈസ ഉപകാരം ഉണ്ടോ എനിക്ക്? എന്റെ മോൻ ഇനി ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടന്നു. ഞങ്ങളായിട്ടുണ്ടാക്കിയതൊക്കെ ഞങ്ങൾ തന്നെ തീർത്തോളാം. ഒന്ന് പറഞ്ഞ തന്റെ ചെറുക്കൻ ഭാഗ്യവാനാ. ആ ബാറ് കിടക്കണ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കൂല. താനൊന്നും മിണ്ടാതിരിക്കുക ചാക്കോ. എന്തൊക്കെയായിരുന്നു മണി ലെൻഡറിങ് ആക്ട്, ഓപ്പറേഷൻ ഷൈലോക്ക്, എന്നിട്ട് എന്ത് പിന്നാക്കാ നടന്നത്? ഇത് പഴയ കാലം അല്ല. സാറിനെതിരെ ഭയങ്കര മീഡിയ അറ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പോയ CA ഐസക് ഇപ്പൊ എന്തിയേ? ഗുണ്ടായിസോ നിയമം കൊണ്ട് ഇവിടെ ഒരുത്തിന് അവന്റെ ഒരു മുടിയും പറിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കി അങ്ങ് തീർക്കാൻ പോവാ. അതിനി എത്ര ചെലവായാലും എനിക്കൊരു കുഴപ്പമില്ല. പുറത്ത് നാളെ ഇറക്കുക, കാശ് കൊടുത്ത് ആളെ തീർക്കുക, ഈ മാതിരി ചെലപ്പൊക്കെ നിന്നെ പഠിപ്പിച്ചത് ആരാന്ന് ഓർത്തിട്ട് മതി എന്നോടിങ്ങനെ ചിലക്കാൻ. കള്ളനും പോലീസും ഒരുമിച്ച് കളിച്ചിട്ട് ദേ മോൻ അടികൊണ്ട് വന്നതുപോലെ തന്തേം അടികൊണ്ട് നാറിപ്പിരിഞ്ഞു വരും. ഇനി കളിക്കലില്ല ചാക്കോ, കളിപ്പിക്കലേ ഉള്ളൂ. നമ്മൾ പിടിച്ചാൽ പിടികിട്ടാത്ത ശത്രുവിന് എന്താ ചെയ്യാന്നറിയോ? നമ്മൾ അവന്റെ മാളത്തിൽ കയറണം. എന്നിട്ട് ആ മാളത്തിലിട്ട് തന്നെ അവനെ ശ്വാസം മുട്ടിച്ച് ഇങ്ങനെ ഒരുപാട് നാവാടിയ ഇതുപോലെ പെടഞ്ഞു പെടഞ്ഞു തീരും. Aditya, we have a dirty plan. നമ്മളെ വിളിച്ചു വരുത്തി